എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തന്റെ ആ ഒരു കുട്ടിക്കാലം ജിയാങ്ങിന്റെ ഫ്രണ്ടായി ഉണ്ടായിരുന്ന ആ കുറച്ച് നല്ല നാളുകളൊക്കെ ഇപ്പോ സ്വപ്നം കണ്ട് സ്കൂളിൽ നൈസായിട്ട് കിടന്നുറങ്ങുന്ന ചെറിയാണ്. അവളങ്ങനെ അതും സ്വപ്നം കണ്ട് കിടക്കുമ്പോഴേക്കും അവളുടെ ക്ലാസ്മേറ്റ്സ് തട്ടി വിളിച്ച് അവളോട് സ്റ്റാഫ് റൂമിലേക്ക് നിന്നെ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവിടേക്ക് ചെല്ലുമ്പോഴേക്കും ആകെ പ്രശ്നമായിരിക്കാണ്. ചെറിയുടെ അമ്മയെ ടീച്ചറെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ചെറി ക്ലാസ്സിൽ ഇരുന്ന് കത്തുകൾ എഴുതുന്നത് കയ്യോടെ മിസ് പൊക്കി. ജിയാങ്ങിനോട് അവൾ പറഞ്ഞിരുന്നല്ലോ കത്തുകൾ എഴുതാം, അവനും അവൾക്ക് തിരിച്ച് കത്തുകൾ എഴുതണമെന്ന്. അവൾ എപ്പോഴും എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് അവന് വേണ്ടി കത്തുകൾ എഴുതാറുണ്ടായിരുന്നു. അവൾക്ക് മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിലും അവൾ അങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. ക്ലാസ്സിൽ വെച്ച് പോലും അവൾ അങ്ങനെ കത്ത് എഴുതുന്നത് പിടിച്ചിട്ടാണ് മിസ് ഇപ്പോ അമ്മയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അമ്മയോട് ആദ്യമൊക്കെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന അവൾ ഇപ്പൊ ഒന്നും തന്നെ പഠിക്കുന്നില്ലെന്നും ഉടനെ തന്നെ കോളേജ് എൻട്രൻസ് എക്സാം ഒക്കെ വരും, നന്നായിട്ട് പഠിച്ചാലല്ലേ അഡ്മിഷൻ കിട്ടൂ, അതുകൊണ്ട് പഠിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വഴക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അമ്മ അവളോട് സംസാരിക്കുമ്പോൾ ടീച്ചർ അതങ്ങനെ പറഞ്ഞതിനൊന്നും അമ്മ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കുന്നില്ല, മറിച്ച് അവൾ ആകെ സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കി അമ്മ അവളോട് പറയുന്നുണ്ട്. അതായത് അവളുടെ 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ പയ്യന്മാര്, ആ പയ്യന്മാരും പിന്നെ അവളുടെ ഒരു ഇടയ്ക്കിടയ്ക്ക് കീരിയും പാമ്പുമായി വഴക്കിട്ടോണ്ടിരുന്ന ക്വിന്നും ഒക്കെ തന്നെ ഈ നാട് വിട്ട് അവരുടെ പഠനവും മറ്റു കാര്യങ്ങളൊക്കെ പല പല സ്ഥലത്ത് പോയിരിക്കുകയാണ്. ഈ നാട്ടിലിപ്പോ ആ ഒരു ഗ്യാങ്ങില് ചെറി മാത്രമാണ് ഉള്ളത്. ഫ്രണ്ട്സ് അടുത്തില്ല എന്ന സങ്കടം അവൾക്കുണ്ട്. ഒപ്പം തന്നെ ജിയാങ്ങിനെ കാണാൻ പറ്റുന്നില്ല, അവന്റെ വിവരമില്ല എന്ന സങ്കടം അവൾക്കുണ്ട് എന്നറിയാവുന്ന അമ്മ, നീ വിഷമിക്കേണ്ടെന്നേ, നമ്മൾ വലുതാവുമ്പോ അങ്ങനെയാ, ലൈഫില് പല കാര്യങ്ങളും മാറിയെന്നിരിക്കും, പക്ഷെ അച്ഛനും അമ്മയും നിന്റെ കൂടെ ഇല്ലേ, പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്, നീ ഒറ്റയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവൾ ലെറ്റേഴ്സ് എഴുതുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അത് ക്ലാസ് ടീമിലല്ല എഴുതേണ്ടത്. പിന്നെ പണ്ടെന്തോ മനസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതോ ലൈഫിനെ അത് ബാധിക്കുന്ന രീതിയിൽ പെരുമാറുന്നതോ ശരിയല്ല എന്നൂടെ പറയുന്നുണ്ട്. അവൾക്കും അമ്മ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിപ്പോഴും ജിയാങ്ങിൽ തന്നെ സ്റ്റക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും അവന് വേണ്ടി കത്തുകൾ എഴുതുന്നു. അവന് എത്രയോ കത്തുകൾ എഴുതി അയച്ചു, ഒന്നിനും മറുപടി വന്നില്ലെങ്കിലും അവൾ കത്തുകൾ എഴുതിക്കൊണ്ടേയിരുന്നു. നാട്ടിൽ നടക്കുന്ന ഓരോ വിശേഷങ്ങളും ആ കത്തുകളിലൂടെ അവനെ അറിയിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈവൻ അവർ ഒന്നിച്ച് അന്ന് കൊഞ്ചിച്ച ആ മുയൽക്കുട്ടിയുടെ മരണം പോലും അവൾ ആ കത്തിൽ എഴുതാനായി മറന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവൻ എഴുതുന്ന കത്തുകൾ പിന്നീട് അവളൊരു ബുക്ക് രൂപത്തിലാക്കി അത് ഒന്നിച്ചങ്ങനെ അയക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ അവൾ ക്ലാസ്സിൽ പോകാനായി ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത്. അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ക്വിന്നാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നില്ലേ, ചെറിയോട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി അവളിപ്പോ ചെറിയ ഫോൺ ചെയ്ത്, നീ ജിയാങ്ങിന് വേണ്ടി എന്തിനാ ഇങ്ങനെ കത്തുകൾ എഴുതുന്നത്, നിനക്കതൊന്ന് നിർത്തിക്കൂടെ, നിന്റെ കാര്യം നോക്കി നിനക്ക് മുന്നോട്ട് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോ, അല്ല അതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ജിയാങ് എന്താ എനിക്ക് തിരിച്ച് കത്തെഴുതാത്തേന്ന് നിനക്കറിയാവോ, നീ എന്തിനാ എന്നോട് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ചോദിക്കുമ്പോ, നീ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല, പക്ഷെ നീ മേലാൽ അവനെ ഇനി കോണ്ടാക്ട് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പിൻ കോള് കട്ട് ചെയ്തിട്ട് പോകുമ്പോ ഓൾറെഡി ജിയാങ് തനിക്ക് കത്തെഴുതുന്നില്ല എന്ന കാര്യത്തില് വർഷങ്ങളായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ചെറിയെ സംബന്ധിച്ച് ജിയാങ്ങിനെ താൻ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്നും കൂടി ഈ ക്വിൻ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. തനിക്കൊരു കത്തെഴുതാത്തതും വിന്റർ ബ്രേക്ക് ആകുമ്പോൾ നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞതും ഒന്നും തന്നെ ജിയാങ് പാലിച്ചില്ലല്ലോ എന്ന ഭയങ്കര സങ്കടം അവൾക്കുണ്ടായിരുന്നു. ക്വിന്നും ജിയാങ്ങും ഒക്കെ ഇപ്പൊ ഒരേ സ്ഥലത്താണ് പഠിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഒരു ഗ്രാമത്തിലാണ് ചെറി താമസിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അവൾ അവിടെ നിന്ന് സിറ്റിയിലുള്ള ജിയാങ് ഒക്കെ പഠിക്കുന്ന സ്കൂളിന്റെ അങ്ങോട്ടേക്ക് അന്ന് അവളുടെ ക്ലാസ് കട്ട് ചെയ്ത് നേരെ ബസ് കയറി പോകുന്നുണ്ട്. മുന്നും പിന്നും ആലോചിക്കാതെ പെട്ടെന്നുണ്ടായ അവനെ കാണണം, അവൻ എന്ത് പറ്റി, എന്താണ് തന്നോട് ഇപ്പൊ ഇങ്ങനെ കത്തെഴുതരുത് എന്ന് പറഞ്ഞത് എന്ന ഒരു തോന്നലിന് പുറത്താണ് അവൾ ഇങ്ങനെ പുറപ്പെട്ടു പോകുന്നത്. അവൾ അങ്ങനെ ഒരുവിധം ആ സ്കൂളിന്റെ അവിടെ എത്തി അവനെ തപ്പി നടക്കുകയാണ്. അപ്പോഴേക്കും ആ സ്കൂൾ മുഴുവൻ അവിടെ പഠിക്കുന്ന ജിയാങ്ങിന് ഒരു പെൺകുട്ടി എഴുതുന്ന കത്തുകളെ പറ്റിയുള്ള ഡിസ്കഷൻ ആരംഭിച്ചിരുന്നു. അവന് വരുന്ന കത്തുകളൊക്കെ ഇപ്പൊ കുട്ടികളുടെ കൈ കിട്ടി അവരതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വായിച്ച് ഭയങ്കരമായി തന്നെ ജിയാങ്ങിനെ അതിനെപ്പറ്റി കമന്റ് അടിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ തന്നെ താൻ എഴുതിയ കത്തുകളെ പറ്റി കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നത് കേൾക്കുന്ന ചെറിക്ക്, ഞാൻ കത്തുകൾ എഴുതാറുണ്ട്, ജിയാങ്ങിന് ഇങ്ങനെ കത്തുകൾ വരാറുണ്ടെന്ന് എല്ലാവരും എങ്ങനെ അറിഞ്ഞു എന്ന് അന്തം വിട്ടിരിക്കുമ്പോഴേക്കും അവളാണ് ആ കത്തിലെ പെൺകുട്ടി എന്ന് അവൾ ജിയാങ്ങിനെ തപ്പി നടക്കുന്നത് കണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വീണ്ടും അവളെ കളിയാക്കി ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജിയാങ് എത്തുന്നു. ജിയാങ് അവിടെ വന്ന് നിന്ന് അവളെ നോക്കുന്നുണ്ട്. അവളും വർഷങ്ങൾക്ക് ശേഷമാണല്ലോ അവനെ കാണുന്നത്. രണ്ടുപേരും അന്ന് കണ്ടു പിരിയുമ്പോൾ കൊച്ചുകുട്ടികളായിരുന്നു, ഇപ്പോ ടീനേജ് കാലം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്രയും മാറ്റമുണ്ട്. അപ്പൊ അവൻ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോ അവൾ എന്ത് ചോദിക്കണം പറയണം എന്നറിയാത്തൊരു രീതിക്ക് നിൽക്കുമ്പോ ആരും അവനോട് ഇതാണോടാ നിനക്ക് കത്തെഴുതാറുള്ള പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോ അവനൊന്ന് അവളെ നോക്കുന്നുണ്ട്. പക്ഷെ എന്തോന്ന് ആലോചിച്ച ശേഷം എനിക്കറിയില്ല ഇത് ആരാണെന്ന് എന്ന് മറുപടിയും കൊടുത്ത് അവൻ അവിടെ നിന്ന് പോകുമ്പോ അവൾക്കത് ഭയങ്കര സങ്കടാവുന്നുണ്ട്. കാരണം അവനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്ന് അവൾക്ക് ഇങ്ങനെ ഒരു മറുപടിയല്ലേ കിട്ടിയത്. അറ്റ്ലീസ്റ്റ് അവളോടൊന്ന് സംസാരിക്കുന്ന പോലും അവൻ ചെയ്തില്ലല്ലോ, ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ലല്ലോ എന്ന സങ്കടം വന്ന് അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവിടെ മാറിയിരുന്ന് കരയുന്നതൊക്കെ തന്നെ ഒരു ലേഡി കാണുകയും അവളെ കൂട്ടിക്കൊണ്ടുപോയി എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. എന്തു പറ്റി മോളെ, എന്തൊരു സങ്കടം, പരീക്ഷയ്ക്ക് തോറ്റോ അതോ വീട്ടില് അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞോ, എന്തിനിങ്ങനെ സങ്കടപ്പെട്ട് മാറി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടീം അവളാകട്ടെ സ്കൂളിൽ വെച്ച് അവൻ അങ്ങനെ എല്ലാവരുടെയും മുന്നേ അവളെ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്ന് മാറിപ്പോയി ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് കയറി ഇരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ ലേഡി അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവൾ എന്തോ സങ്കടം കൊണ്ട് ചാടാനായി റെഡിയായി ഇരുന്നതാണ് എന്ന ഉദ്ദേശത്തിൽ
ഉദ്ദേശത്തിലാണ് അവർ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ചാടാനൊന്നും അവിടെ പോയി ഇരുന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാലും അവൾക്ക് എന്തോ സങ്കടം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന അവർ അവളോട് കുറച്ചേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, വെള്ളമൊക്കെ കുടിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ അപ്പോൾ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ആരാണ് എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും. രാവിലെ ക്ലാസ്സിൽ പോകാനായി തയ്യാറായ ചെറിയായിട്ട് ഈ സ്കൂളിലേക്ക് വരാമെന്ന് തീരുമാനിച്ച് അങ്ങനെ പുറപ്പെട്ട് ഏതാണ്ട് സ്കൂൾ വിടുന്ന സമയമായപ്പോഴേക്കാണ് ഈ സ്കൂളിന്റെ അവിടെ എത്തിയത്. അപ്പോഴാണ് ജിയാങ്ങിനെ കണ്ടതും. ഇപ്പതേ എല്ലാ കുട്ടികളുടെ മുന്നിൽ ജിയാങ് ചെറിയ അറിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടികളൊക്കെ പോയി ഉറപ്പ് വരുത്തിയ ശേഷം സ്കൂളിന്റെ പരിസരത്തൊക്കെ അവൻ അവളെ തപ്പി നടക്കുന്നത് നമുക്ക് കാണാം. അവളെ പക്ഷെ കാണാതാവുമ്പോൾ അവൻ ഭയങ്കര ടെൻഷനിൽ അവിടെ നിൽക്കുമ്പോഴേക്കും അവളുടെ ക്ലാസ്സിലെ ലിയാങ് എന്ന ഒരു പെൺകുട്ടി എത്തി കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ ലിയാങ് ജിയാങ്ങിന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ജിയാങ് ആണ് ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന പയ്യൻ. സെക്കൻഡ് റാങ്ക് ആണ് എപ്പോഴും ലിയാങ്ങിന് കിട്ടുന്നത്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ വീണ്ടും ചെറിയ കാണുമ്പോൾ അവളുടെ ബാക്കി ഫ്രണ്ട്സും ഈ ഒരു പരിസരത്തൊക്കെ തന്നെയാണ് ഉള്ളത്. അവരും ഇവിടെ ഒക്കെ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തപ്പാനായി അവൾ ഒരുങ്ങുമ്പോഴേക്കും തേടിയ വള്ളി കാലി ചുറ്റി എന്ന രീതിക്ക് അവളുടെ മുന്നിലേക്ക് ഒരു പയ്യൻ എത്തുന്നു. അവൻ അവളെ കണ്ടപാടെ ചെറി എന്ന് പറഞ്ഞ് അടുത്ത് സംസാരിച്ച് വരുമ്പോഴാണ് ആദ്യം അവൾക്ക് അവനെ മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഇത് യു ആണെന്ന് മനസ്സിലാവുന്നത്. അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ നാട്ടില്, ഒരു 3 പയ്യന്മാര്. അതിനകത്ത് കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന കൂടെ കസിനൊക്കെ ഉള്ള ഒരു പയ്യനില്ലേ, ആ പയ്യനാണ് യു. യു ഇപ്പോ അവളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അവളുടെ കാല് കുറച്ച് പരിക്കേറ്റിരുന്നു മുന്നേ അവൾ വിഷമിച്ച് ഓടുന്നതിന്റെ ഒക്കെ ഇടയിൽ. അത് കണ്ടവൻ ഞാൻ നിന്നെ എടുക്കണോ എന്നൊക്കെ ചോദിച്ച് കെയർ ചെയ്ത് സംസാരിക്കുമ്പോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ കുറച്ച് ജാടയിടുന്നുണ്ട്. പിന്നെ അവളുടെ മുഖം കാണുന്നവൻ നീ എന്തിനാ കരഞ്ഞതെന്നൊക്കെ തിരക്കുമ്പോ അവളുടെ മുഖം കണ്ട കരഞ്ഞു കലങ്ങി ഇരിക്കുകയാണെന്ന് മനസ്സിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ കുറച്ച് കാശ് അവനെ കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറും ഇച്ചിരി വെള്ളവും വാങ്ങിച്ചുകൊണ്ട് വരാനായി പറയുന്നുണ്ട്. അത് കേൾക്കുന്നവൻ എന്റെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാതെ വെള്ളവും ടിഷ്യൂ പേപ്പറും ഒപ്പം അവൾക്ക് കഴിക്കാൻ കുറച്ച് ഫുഡും വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ അവളത് അവന്റെ കൂടെ ഇരുന്ന് കഴിക്കുന്ന ടീം ഞാനെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് നീ ചോദിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോ നീ ആദ്യം കഴിക്കാൻ എന്നിട്ട് പതിയെ ചോദിക്കാന്ന് വിചാരിച്ചു എന്ന് അവൻ പറയുന്നുണ്ട്. ആ ടീം അവൾ ജിയാങ്ങിനെ എഴുതിയ കത്തുകളൊക്കെ എങ്ങനെയാ സ്കൂൾ മൊത്തം ഇങ്ങനെ പാട്ടായതെന്ന് തിരക്കുമ്പോ ആക്ച്വലി അവന് വരുന്ന കത്തുകള് അവന്റെ ഫ്രണ്ട്സ് അവൻ കൊടുക്കാതെ തന്നെ ബലമായിട്ട് പൊട്ടിച്ച് വായിച്ചതാ. പിന്നെ അതിന്റെ പേരിൽ കളിയാക്കലും കാര്യങ്ങളും ഒക്കെ ആയി എന്നൊക്കെ പറയുമ്പോ അത് ഇത്രയും വിവാദമാവാൻ എന്ത് കാര്യം ഇരിക്കുന്നു? ഒരു ലവ് ലെറ്റർ അവന് ഒരു പെണ്ണ് എഴുതുന്നുണ്ട്, സ്ഥിരമായിട്ട് ഗ്രാമത്തിൽ നിന്ന് ഒരു പെണ്ണ് ലവ് ലെറ്റർ എഴുതി അയച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന രീതിക്കൊക്കെയാണല്ലോ അവർ പറയുന്നത്. എന്തോ ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന് എഴുതിയ കത്തായിട്ട് ആർക്കും അത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തിനാ വേറൊരാൾക്ക് വരുന്ന കത്ത് ഇങ്ങനെ ഇവര് പൊട്ടിച്ചു വായിച്ച് അത് കമന്റ് അടിക്കാൻ നടക്കുന്നത്? എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? ശരി, അവരൊക്കെ എന്തൊക്കെയോ ചെയ്യട്ടെ, പക്ഷെ ഇവനാവട്ടെ എന്നെ കണ്ടിട്ടും അറിയില്ലെന്ന് പറഞ്ഞു. നിനക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ? എന്നോട് എന്ത് കാര്യമായിട്ടാ പെരുമാറുന്നത്? പക്ഷെ അവനെന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവൻ മനഃപൂർവ്വം എന്നെ മനസ്സിലായില്ലെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോഴേക്കും അവൻ ഒരുപാട് മാറിപ്പോയെന്നേ. നിനക്കറിയാലോ അവൻ ഈ സിറ്റിയിലേക്ക് വന്ന് കുറെ കഴിഞ്ഞല്ലേ ഞാനും ബാക്കി ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വെച്ച് അവനെ കാണുമ്പോ അവൻ ആ ഗ്രാമത്തിൽ നമ്മൾ കണ്ട ആളെ ആയിരുന്നില്ല, ഒരുപാട് മാറിപ്പോയിരുന്നു. എന്താ കാര്യമൊന്നും അറിയില്ല, പക്ഷെ അവൻ ഒരുപാട് മാറിയിരിക്കുന്നു. പണ്ടത്തെ ജിയാങ് അല്ല അവനെന്നല്ല യു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ യു ആകട്ടെ ചെറിയ കുട്ടി അവന്റെ വീടിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. എന്റെ വീട്ടിലുള്ളവർ നിന്നെ കണ്ട ഒരുപാട് ഹാപ്പി ആവുന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുന്നുണ്ട്. കാരണം അവൻ പണ്ട് ഗ്രാമത്തിലെ ഫാമിലി ആയിട്ട് താമസിച്ചപ്പോൾ അവളൊക്കെ നന്നായിട്ട് അവന്റെ വീട്ടുകാർക്കും അറിയാവുന്നല്ലേ. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴേക്കും ആ വഴി ഒരു കാർ വരുന്നു. ആ കാറ് നിർത്തി അതിൽ നിന്ന് ഇറങ്ങുന്നത് ജിയാങ്ങും അവന്റെ അമ്മയും മുന്നേ അവനെ പിക്ക് ചെയ്യാൻ വന്ന ലിയാങ് എന്ന പെൺകുട്ടിയുമാണ്. ഇവരുടെ ഒക്കെ വീട് ഈ ഒരു സ്ഥലത്ത് ഏകദേശം അടുത്തടുത്താണ്. അങ്ങനെ ഇവരിങ്ങനെ വരുന്നത് കണ്ട് അങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരുന്ന ചെറി അത് നോക്കി നിൽക്കുന്നു. ഈ ഒരു ടൈം സ്കൂളിൽ നിന്ന് ജിയാങ്ങിന് ലവ് ലെറ്റേഴ്സ് വന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി ഭയങ്കര സംസാരമായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിരുന്ന ജിയാങ്ങിന്റെ അമ്മ അതിനെപ്പറ്റി ലിയാങ്ങിനോട് തിരക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറി നിന്ന് കേൾക്കുന്ന ചെറി ആരാ പെൺകുട്ടിന്ന് യുവിനോട് തിരക്കുമ്പോ അത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാ. പഠിത്തം മാത്രമല്ല മിക്ക പയ്യന്മാരും അവളുടെ പുറകിന് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കൊച്ചായതുകൊണ്ട് തന്നെ ജിയാങ്ങിന്റെ അമ്മയ്ക്ക് ലിയാങ്ങിനെ വലിയ കാര്യമാണെന്ന് അറിയാം. പിന്നെ ഇവരെപ്പോഴും ഒന്നിച്ചാണ് എന്നിങ്ങനെ യു പറയുമ്പോഴേക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഇവൾക്ക് വേണ്ടിയായിരിക്കോ അവൻ ഞാൻ എഴുതിയ കത്തുകളൊക്കെ എല്ലാവരുടെ മുന്നേ അങ്ങനെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. പിന്നെ ഇവരെപ്പോഴും ഒന്നിച്ചാണെന്ന് പറഞ്ഞല്ലോ, ഇവരുടെ ഗ്യാങ്ങില് ഒരു പയ്യനൂടെ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ എന്തായാലും അവൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും അവളെ കണ്ട് വളരെ ഹാപ്പി ആവുന്നു. അപ്പോഴേക്കും അവളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് അവളുടെ പേരൻസ് എത്തുന്നുണ്ട്. അവളിവിടെ സേഫ് ആയിട്ടുണ്ടെന്ന് കാണുമ്പോൾ അവർക്ക് സമാധാനം ആവുന്നുണ്ടെങ്കിലും അവൾ അവരെ ഒത്തിരി ടെൻഷൻ അടുപ്പിച്ചിട്ടോ. അതിന്റെ പേരിൽ അവർ കുറച്ച് ടെൻഷനെ തന്നെയാണ് ഉള്ളത്. എന്തായാലും അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അവൾക്ക് ഇവിടെ ആയിരിക്കും കംഫർട്ടബിൾ. നാട്ടിലെ സ്കൂളിൽ അവൾ അത്രയും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ട്. നാട്ടിൽ അവർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ ചെറിയൊരു പ്രോജക്റ്റും കൂടി ബാക്കിയുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് മാറുന്നതിനെ പറ്റിയൊക്കെ പേരൻസ് സംസാരിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ യുവിന്റെ ഫാമിലി മാത്രമല്ല അവളുടെ ബാക്കി 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും കൂടി ഉണ്ടല്ലോ. എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവരിങ്ങോട്ടേക്ക് വരുമ്പോൾ വേണ്ട ഹെൽപ്പ് എല്ലാവരും ചെയ്തു കൊടുക്കാന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച ശേഷം ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന ചെറി പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. അവൾ ഇങ്ങോട്ടേക്ക് വളരെ ആഗ്രഹിച്ച് കാണാൻ എത്തിയത് ജിയാങ്ങിനെയാണ്. പക്ഷെ അവൻ അവളെ മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷെ അവളുടെ ഈ ഫ്രണ്ട്സ് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും അവൾ ഇവര് വലിയ കാര്യമായിട്ട് അപ്പൊ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പതേ എത്ര കാര്യമായിട്ടാണ് പെരുമാറുന്നത് എന്നത് അവളെ ഭയങ്കര ഇമോഷണൽ ആക്കുന്നുണ്ടായിരുന്നു.
ഇവരിവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെറിയ കണ്ട് സംസാരിക്കാനായി ജിയാങ് എത്തുന്നുണ്ടായിരുന്നു. അവൻ അവളെ കണ്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൾ നിനക്ക് അതിന് എന്നെ അറിയാവോ, എന്തിനാ എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടാതെ എന്തിനാ കത്ത് എല്ലാരെയും കാണിച്ചത്, എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്, ആ കത്തിന്റെ കാര്യം പറഞ്ഞ് അത് ലവ് ലെറ്റർ ആയിട്ട് എന്തിനാ കാണുന്നത്, ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനെ എഴുതുന്ന കത്തായിട്ട് കണ്ടൂടെ, അതിനകത്ത് മരിച്ചുപോയ മുയൽക്കുട്ടിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പേര് പറഞ്ഞു പോലും നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുന്നുണ്ടായിരുന്നല്ലോ എന്നെല്ലാം അവൾ പറയുമ്പോഴേക്കും അവൻ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ മുന്നിൽ വെച്ച് അവളെ അറിയില്ല എന്ന് പറയുന്നത് മാത്രമാണ് അവളെ അവർ ലൈവായി കൂടുതൽ ഇട്ട് കളിയാക്കുന്നതിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താനായി ഒരേ ഒരു മാർഗമായി തനിക്ക് തോന്നിയതെന്ന കാര്യം. ഞാൻ നിന്റെ ഫ്രണ്ടാണെന്ന് പോലും നിനക്കപ്പോ പറയാൻ തോന്നിയില്ലല്ലോ, ഞാൻ നിന്റെ ഫ്രണ്ടാണെന്ന് അവരുടെ മുന്നിൽ വെച്ച് പറയാൻ നിനക്ക് നാടക്കേടായിരിക്കും അല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അവൻ അതിന് ഒരു ഉത്തരവില്ലാതെ അത് കേട്ടിരിക്കുകയാണ്. എന്തായാലും അവൾ കൂടുതൽ മിണ്ടാൻ നിൽക്കാതെ അവിടെ നിന്ന് തിരിച്ച് യുവിന്റെ ഒക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ കിടന്നിട്ട് ഒരു സമാധാനം ഇല്ലാതെ അവൾ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. യുവിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ജിയാങ് താമസിക്കുന്ന വീടെന്ന് മനസ്സിലാക്കി അവൾ അവിടെ ചെന്ന് അവന് രണ്ടെണ്ണം പറയണം എന്ന ഒരു ഉദ്ദേശത്തിൽ നിൽക്കാണ്. ഒരു കല്ലൊക്കെ എടുത്ത് അവന്റെ ജനാലക്കിട്ട് എറിയാന്നൊക്കെ ഓർത്തോളം നിൽക്കുമ്പോഴേക്കും അവൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഒരു കാര്യം മനസ്സിലായത്, നീ ഞാനും വലിയ ഫ്രണ്ട്സ് ഒന്നും അല്ല, അങ്ങനെ പ്രത്യേകിച്ച് നീ എന്നെ ഓർത്തിരിക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ അല്ലേ. എന്തായാലും എന്റെ ബാക്കി ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്, ഞാൻ തീർച്ചയായും ഈ സ്കൂളിലേക്ക് തന്നെ പഠിക്കാനായി എത്തും അധികം വൈകാതെ. ഒരുപക്ഷെ നീ ഞാനും ഒരേ ക്ലാസ്സിലായെന്ന് വരാം, അന്ന് നിനക്ക് എന്നെ കാണേണ്ടി വരുമല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്നും പറഞ്ഞ് വരുമ്പോ അവളെ ഫേസ് ചെയ്യാൻ റെഡി ആയിക്കോ എന്ന ഒരു രീതിക്ക് സംസാരിച്ച് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അവൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയും പിന്നീടുള്ള അവളുടെ ദിവസങ്ങൾ മുഴുവൻ അവൾ ഇപ്പോൾ പഠിക്കുന്ന 10th ഗ്രേഡ് ഏറ്റവും നല്ല മാർക്കോട് കൂടി ഇവിടെ നിന്ന് പാസ് ആവുക, ആ മാർക്ക് അടിസ്ഥാനത്തിൽ ടൗണിൽ ആ സ്കൂളിൽ തനിക്ക് അഡ്മിഷൻ കിട്ടണം എന്ന ഒരു ചിന്തയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് ബാക്കി എല്ലാ ഡിസ്ട്രാക്ഷനും മാറ്റിവെച്ച് അങ്ങനെ പഠിച്ചവൾ നല്ല മാർക്കോട് കൂടി തന്നെ പാസ് ആവുന്നതും തുടർന്ന് ആഗ്രഹിച്ച കണക്ക് ആ സ്കൂളിലേക്ക് പഠിക്കാനായി ട്രാൻസ്ഫർ ആവുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. അവൾ ഇനി ജിയാങ്ങിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. ഇവർക്കിടയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് ഈ ഒരു ബന്ധത്തെ ഡിഫൈൻ ചെയ്യുക എന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. രസകരമായ കഥയാണ്, മിസ്സാക്കാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും കാണും വരെ ബൈ.